നിയമം പ്രതീക്ഷിക്കുന്നതാണ്. അവര് അസ്ലം ഈ കുന്നമംഗലത്തിന്റെ കഥ പറയണം, ഒപ്പം പേരാമ്പ്രയുടെ കാര്യവും പറയണം. ഫാത്തിമ തഹ്ലിയ 623 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചങ്ങരോത്ത് പഞ്ചായത്തിൽ ആദ്യത്തെ റൗണ്ടാണ് ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ പ്രതീക്ഷ ലെവലിലേക്ക് തന്നെയാണ് ഫാത്തിമ തഹ്ലിയ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ LDF 678 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കുന്നമംഗലത്താണ് ഇതുവരെ വന്നാൽ ഏറ്റവും വലിയ ലീഡ്. കുന്നമംഗലത്ത് ആദ്യ റൗണ്ട് പൂർത്തിയായി. EVMന്റെ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 2075 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി MA റസാഖ് മാസ്റ്റർ മുന്നിൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുന്നമംഗലം ആദ്യഘട്ടത്തിൽ കുന്നമംഗലം പഞ്ചായത്താണ് എണ്ണുന്നത്. അവർ ഒരുപക്ഷെ 4000 വോട്ട് വരെ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അതിൽ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ 1500 വോട്ട് വരെ ലീഡ് പ്രതീക്ഷിച്ചെടുത്ത് 2000 വോട്ടിലേക്ക് ലീഡ് കയറി എന്ന് പറഞ്ഞാൽ കുന്നമംഗലത്ത് UDF പ്രതീക്ഷ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. എലത്തൂരിൽ LDF തന്നെ ലീഡ് കുറയുന്നത് 356. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ 600 വോട്ടിന്റെ ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവമ്പാടിയിൽ UDF CK കാസിം 218 വോട്ടിലേക്ക് വന്നിരിക്കുന്നു. കൊടുവള്ളിയും താങ്ക് യു അസ്ലം. ഒരു കാര്യം കൂടി, അപ്പൊ നോർത്തിലും നാദാപുരത്തും UDF വിചാരിച്ച സംഗതി നടന്നിട്ടില്ല. നാദാപുരത്ത് പോസ്റ്റൽ വോട്ട് മാത്രമാണ്. പോസ്റ്റൽ വോട്ടിൽ LDF മേധാവിത്വം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി 1746 വോട്ടിന് ലീഡുമായി തിരികെ വന്നിരിക്കുന്നു. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ 534 വോട്ടുകൾക്ക് പിന്നിലായിരിക്കെ മന്ത്രി K രാജൻ ഒല്ലൂരിൽ 127 വോട്ടുകൾക്ക് ലീഡ് നിലനിർത്തുന്നു എന്നാണ്. ചാലക്കുടിയിൽ UDF ലീഡ് നിലനിർത്തുന്നു എന്നത് കാണാം. തൃശൂരിൽ വടക്കാഞ്ചേരിയിൽ UDF 50 വോട്ടിൽ ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. തൃശൂരിൽ UDF ലീഡ് 663. വടക്കാഞ്ചേരിയിൽ LDF തിരിച്ചു വന്നിരിക്കുന്നു. തൃശ്ശൂരിൽ UDF 1287. അപ്പൊ തൃശ്ശൂര് അവിടെ UDFനെ സംബന്ധിച്ച് പ്രതീക്ഷാ നിർഭരം. പുതുക്കാട് LDF 37, കൊല്ലൂരിൽ 127 എന്നാണ് തൃശ്ശൂരിന്റെ ഇപ്പോഴത്തെ ചിത്രം എന്ന് കാണുക.